അട്ടപ്പാടി മധു ആൾക്കൂട്ടക്കൊലക്കേസിൽ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തി ഹൈക്കോടതി. 16-ാം പ്രതി മുനീറിന്റെ ശിക്ഷ 3 മാസത്തിൽ നിന്ന് 1 വർഷമായും ഉയർത്തി. 1-ാം പ്രതി ഹുസൈനെ കോടതി വെറുതെ വിട്ടിരുന്നു. ആന്റണി ജോർജ് ഉണ്ട് വിവരങ്ങളുമായി. ആന്റണി, എന്തായാലും കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു വിധിയാണ്, അല്ലെങ്കിൽ ഒരു കൊലപാതകമാണ് ഉണ്ടായിരുന്നത്. അതിൽ സുപ്രധാന വിധിയെത്തുമ്പോൾ കോടതി എന്തെല്ലാം കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്? തീർച്ചയായും ഈ പ്രതികൾക്ക് വിധിച്ച ശിക്ഷ അത് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് മധുവിന്റെ കുടുംബവും സർക്കാരും നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. അതായത് 12 പ്രതികളുടെ ശിക്ഷ ഇപ്പോൾ ജീവപര്യന്തമായി ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രതികൾക്ക് നേരത്തെ വിചാരണ കോടതി വിധിച്ചിരുന്നത് 7 വർഷം തടവാണ്. ഇപ്പോൾ ഹൈക്കോടതി അതിലൊരു പുതിയ കുറ്റം കൂടി ചുമത്തിയിരിക്കുന്നു. അത് SC/ST പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ കുറ്റം ഈ പ്രതികൾക്കെതിരെ നിലനിൽക്കും എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജീവപര്യന്തമായി ഈ പ്രതികളുടെ ശിക്ഷ ഉയർത്തിയിരിക്കുന്നത്. അതായത് 2-ാം പ്രതി മരക്കാർ, 3-ാം പ്രതി ഷംസുദ്ദീൻ, 5-ാം പ്രതി രാധാകൃഷ്ണൻ, 6-ാം പ്രതി അബൂബക്കർ, 7-ാം പ്രതി സിദ്ദിഖ്, 8-ാം പ്രതി ഉബൈദ്, 9-ാം പ്രതി നജീബ്, 10-ാം പ്രതി ജൈജുമോൻ, 12-ാം പ്രതി സജീവ്, 13-ാം പ്രതി സതീഷ്, 14-ാം പ്രതി ഹരീഷ്, 15-ാം പ്രതി ബിജു എന്നിവർക്കാണ് ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത്. ഇവർക്ക് നേരത്തെ വിചാരണ കോടതി 7 വർഷമാണ് വിധിച്ചിരുന്നത്. അതുപോലെ തന്നെ 16-ാം പ്രതി മുനീറിന് 3 മാസമാണ് തടവ് വിധിച്ചിരുന്നത്. അതിപ്പോൾ 1 വർഷമായും കോടതി ഉയർത്തിയിട്ടുണ്ട്. ഈ പ്രതികൾക്കെല്ലാം എതിരെ ഇപ്പോൾ ഈ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ വകുപ്പ് കൂടി ചുമത്തിയിരിക്കുകയാണ്. നേരത്തെ വിചാരണ കോടതി ഈ വകുപ്പ് ചുമത്തിയിരുന്നില്ല. ഈ മനഃപൂർവ്വമുള്ള നരഹത്യ മാത്രമാണ് ചുമത്തിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾക്ക് 7 വർഷം തടവ് വിധിച്ചത്. ഏതായാലും ഇപ്പോൾ ഈ പ്രതികൾക്ക് 7 വർഷം 12 പ്രതികളുടെ ശിക്ഷ 7 വർഷത്തിൽ നിന്ന് 12 ജീവപര്യന്തമായി ഉയർത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ 16-ാം പ്രതിയുടെ ശിക്ഷ 3 മാസത്തിൽ നിന്ന് 1 വർഷവുമായി ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഈ SC/ST കുറ്റം നിലനിൽക്കില്ല വിചാരണ കോടതിയുടെ ഈ കണ്ടെത്തൽ ഹൈക്കോടതി തിരുത്തി. ഈ പ്രതികൾക്കെതിരെ ഈ കുറ്റം SC/ST കുറ്റം നിലനിൽക്കുമെന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. രാവിലെ ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ 1-ാം പ്രതി മേച്ചേരി ഹുസൈനെ കോടതി വെറുതെ വിട്ടിരുന്നു. ഇയാൾക്കെതിരെ ഈ നരഹത്യയും അതുപോലെ തന്നെ സംഘം ചേർന്ന് ആക്രമിക്കലും അടക്കമുള്ള വകുപ്പുകൾ നിലനിൽക്കില്ല എന്നുള്ളതാണ് നേരത്തെ കോടതി കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 1-ാം പ്രതി ഹുസൈനെ വെറുതെ വിട്ടത്. നേരത്തെ വിചാരണ കോടതി ഈ കേസിലെ 11-ാം പ്രതിയെയും അതുപോലെ തന്നെ 4-ാം പ്രതിയെയും വെറുതെ വിട്ടിരുന്നു. അത് ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ വിചാരണ കോടതിയുടെ ശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു. അതിനുശേഷമാണ് ഈ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന പ്രോസിക്യൂഷന്റെ അപ്പീൽ കോടതി പരിഗണിച്ചത്. അത് പരിഗണിച്ചാണ് അതിലാണ് ഈ SC/ST വകുപ്പ് കൂടി പ്രതികൾക്കെതിരെ ചുമത്തണമെന്നുള്ള അല്ലെങ്കിൽ അത് നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ കേരള മനസാക്ഷിയെ വളരെ നൊമ്പരപ്പെടുത്തിയ ഒരു സംഭവം തന്നെയാണ് 2018 ഫെബ്രുവരി 22-ന് പാലക്കാട് ഈ അട്ടപ്പാടിയിൽ അരങ്ങേറിയത്. അതായത് വനത്തിനുള്ളിൽ താമസിക്കുന്ന മധു ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചു എന്നാരോപിച്ചാണ് ഈ ഒരു കൂട്ടം ഈ പ്രതികളുടെ നേതൃത്വത്തിൽ മധുവിനെ ആ വനത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് കൈയും കാലും ബന്ധിച്ചുകൊണ്ട് അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. അത് നിസാര സാധനങ്ങൾ, കറി പൗഡർ അടക്കം ചെറിയ സാധനങ്ങൾ മോഷ്ടിച്ചു എന്ന് ആരോപിച്ചാണ് ക്രൂരമായ കൊലപാതകം അരങ്ങേറിയത്. അതിൽ ഈ ശിക്ഷ ഈ പ്രതികൾക്ക് കുറഞ്ഞുപോയി, വിചാരണ കോടതി വിധിച്ച ശിക്ഷ കുറഞ്ഞുപോയി എന്നുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നീതി കിട്ടിയില്ല എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. മണ്ണാർക്കാട് ഈ SC/ST കോടതിയുടെ വിധി വന്ന അതിന് പിന്നാലെയാണ് ഈ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത്, പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഏതായാലും അതിലിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് തന്നെ മധുവിന് നീതി കിട്ടിയിരിക്കുന്നു. 12 പ്രതികളുടെയും ശിക്ഷ ഇപ്പോൾ ജീവപര്യന്തമായി കോടതി ഉയർത്തിയിരിക്കുന്നു. 16-ാം പ്രതി, അയാൾക്ക് നേരത്തെ 3 മാസം മാത്രമായിരുന്നു തടവുണ്ടായിരുന്നത്. അയാളുടെ തടവ് ഇപ്പോൾ 1 വർഷം. അത് മുനീർ എന്നാണ് ആ പ്രതിയുടെ പേര്. അതുപോലെ തന്നെ 30 ലക്ഷം രൂപ പിഴ ഈ പ്രതികൾ ഒടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഈ പ്രതികൾ ഒടുക്കുന്ന പിഴ അത് മധുവിൻ്റെ അമ്മയ്ക്ക് നൽകണം എന്നുള്ളതാണ് കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഏറ്റവും സുപ്രധാനമായ ഒരു വിധി തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് അട്ടപ്പാടി മധു കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്.
എന്നാലും അത് തന്നെയാണ് അട്ടപ്പാടിയിലെ മധു ആൾക്കൂട്ട കൊലക്കേസിലാണ് 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഹൈക്കോടതി ഉയർത്തിയിരിക്കുന്നത്. 16-ാം പ്രതിയായ മുനീറിന്റെ ശിക്ഷ 3 മാസത്തിൽ നിന്ന് 1 വർഷമായിട്ടാണ് ഉയർത്തിയിട്ടുള്ളത്. നേരത്തെ 1-ാം പ്രതിയായ ഹുസൈനെ കോടതി അയാൾ സമർപ്പിച്ച ഹർജി പരിഗണിച്ച വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മറ്റു പ്രതികളുടെ ശിക്ഷ സംബന്ധിച്ച വിധി വരുന്നത്. ആ വിധി വരുമ്പോൾ ഈ കൊലക്കേസിൽ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഹൈക്കോടതി ഉയർത്തിയിരിക്കുകയാണ്. 4-ാം പ്രതിയായ 11-ാം പ്രതിയെ വെറുതെ വിട്ട വിചാരണ കോടതിയുടെ വിധി ഹൈക്കോടതി ശരിവെക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റ് 13 പ്രതികളുടെ ശിക്ഷാവിധിയാണ് ഹൈക്കോടതി എന്തായാലും പറഞ്ഞിരിക്കുന്നത്. കുറ്റക്കാരായ 13 പ്രതികൾക്കുമെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കുറ്റങ്ങൾ നിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കുറ്റങ്ങൾ നിലനിൽക്കില്ല എന്ന വിചാരണ കോടതി വിധിയാണ് ഹൈക്കോടതി ഇതോടെ റദ്ദാക്കിയിരിക്കുന്നത്. പ്രതികളുടെ ശിക്ഷാവിധി ഉയർത്തണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഈ ഹർജി പരിഗണിച്ചാണ് ഇപ്പോൾ എന്തായാലും 12 പ്രതികളുടെയും ശിക്ഷ ജീവപര്യന്തമായി ഹൈക്കോടതി ഉയർത്തിയിരിക്കുന്നത്. കേരള മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു കേസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നാടകീയമായ വിചാരണകളായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നതെല്ലാം. അതിൽ സാക്ഷികളുടെ കൂറുമാറ്റം അടക്കം ഏറെ ശ്രദ്ധ നേടിയ കേസ്. അതിന്റെ നാൾവഴികളിലൂടെ സഞ്ചരിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് ആ കൂറുമാറ്റമൊക്കെ. എന്തായാലും ഏറ്റവും ഒടുവിൽ വിധി എത്തുമ്പോൾ 12 പ്രതികളുടെ ശിക്ഷയാണ് ഇപ്പോൾ കോടതി ജീവപര്യന്തമായി ഉയർത്തിയിരിക്കുന്നത്. KV Memorial English Medium School near St. Mary's Canning Center, MC Road, Adur. Classes play class to standard 4. Our specialties: quality education, smart class, music, dance and yoga, molding future generation, kids loving passionate teachers, vehicle facility available, an integrated package at affordable cost. KV Memorial English Medium School near St. Mary's Canning Center, MC Road, Adur. Email kvmenglishmediumschool@gmail.com. Web kvmems.in. Learn every moment. Live long life.